യുദ്ധം ഉള്ളതുകൊണ്ട് ഓ എന്തൊരു യുദ്ധം നടന്നല്ലേ അല്ലേ? ഒരു കോലാഹലം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല തോന്നൂലേ? എന്ന് തീരൂല ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം? ഇല്ല, നമ്മുടെ കേരളത്തിന് കുഴപ്പമൊന്നുമില്ല. കേരളത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് സൗത്ത് ഭാഗത്തേക്കല്ലേ ഉള്ളൂ, ആ ഭാഗത്തേക്കല്ലേ ഉള്ളൂ. നമ്മൾ ഇന്ത്യയുടെ ലാസ്റ്റ് താഴ്ഭാഗത്തല്ലേ. അവിടേക്കൊന്നും ഇതൊക്കെ എന്ത് യുദ്ധം? അതെ. ഓ ടിക്ടോക്കിൽ യുദ്ധം കാണുമ്പോൾ പേടിയാവും. മമ്മി ഒരു മിസൈലൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ വിമാനത്തിൽ കൂടെ മുകളിൽ കൂടെ യാത്ര ചെയ്യാൻ പേടി. പാകിസ്ഥാൻ വഴി ഏതെങ്കിലും വിമാനം പോയി ഇന്ത്യയിലെ വിമാനം പോയി കഴിഞ്ഞാൽ മൈനന്മാർ പാകിസ്ഥാനി വിമാനത്തോടെ കറങ്ങുക. ഏതെങ്കിലും ഇന്ത്യൻ വിമാനങ്ങളിൽ അപ്പം കൊണ്ടു തീർപ്പിക്കും. കണ്ട് വഴികളൊക്കെ മറ്റേ ലക്ഷദ്വീപ് വഴി ഫ്ലൈറ്റൊക്കെ കയറ്റിവിടാൻ തുടങ്ങി. പാകിസ്ഥാൻ വഴി ആരും പോവരുത്, ഇന്ന വഴി പോകരുത്, ബോംബ് സ്ഫോടനമുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഫ്ലൈറ്റൊക്കെ തിരിച്ചു വിട്ടേക്കെ. ഇപ്പം ശ്രീലങ്ക വഴി കഴിഞ്ഞ വഴി എന്താടാ ലക്ഷദ്വീപ് വഴി അങ്ങനെയൊക്കെ റൂട്ട് മാറ്റി കൊടുത്തേക്കാണ്. റൂട്ട് മാറ്റി. ആ കേട്ട് എനിക്കിപ്പോൾ എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ലാടാ യുദ്ധം വന്നപ്പം. പിന്നെ ഞാൻ വാർത്തകളും ടിക്ടോക്കിലും ഓരോ ന്യൂസൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം. ആദ്യം ഞാൻ വിചാരിച്ചു സിന്ദൂർ എന്ന് പറഞ്ഞാൽ രാജ്യമാണെന്നാണ് ഞാൻ കേട്ട് വിചാരിച്ചത്. പക്ഷെ അല്ലാന്ന് എനിക്ക് അത് പെണ്ണുങ്ങളുടെ സിന്ദൂരരേഖ മാറ്റിട്ട് അത് ഇട്ട പേരല്ലേ, മോദി ഇട്ട പേരല്ലേ സിന്ദൂർ എന്ന്. അവരെ ഭർത്താക്കന്മാരെ കൊന്നിട്ട് അല്ലേ, അതല്ലേ. പിന്നീട് എനിക്ക് മനസ്സിലായ കഥകളൊക്കെ എന്താ സംഭവം. യുദ്ധം തുടങ്ങിയാൽ കേരളത്തിൽ എല്ലായിടത്തും പ്രശ്നമാവും. കേരളത്തിലും എൻ്റെ ടിക്കറ്റ്, അയ്യോ എന്തിനാ യുദ്ധം? ആർക്കറിയാം. അവരെല്ലാം ആദ്യം ഫസ്റ്റ് നുളഞ്ഞു കയറിയത് പാകിസ്ഥാനികൾ, ഇന്ത്യക്കാരല്ലല്ലോ. എനിക്ക് പേടി എൻ്റെ മക്കളെ പട്ടാളത്തിൽ ചേർക്കാൻ. എനിക്ക് വലിയ ആഗ്രഹം കൊണ്ടാണ്. എൻ്റെ മൂത്ത മോനില്ല, അവൻ പട്ടാളം, അവന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം അവൻ്റെ അപ്പൻ്റെ വീട്ടുകാരൊക്കെ പട്ടാളക്കാരാണേ. അപ്പം എൻ്റെ മൂത്ത മോന് പട്ടാളമാണ്. പക്ഷെ എനിക്ക് പേടിയാണ് പട്ടാളക്കാരനാക്കാൻ. ഇങ്ങനെ വല്ലപ്പോഴും യുദ്ധം നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് പോയി. ഇപ്പോൾ കണ്ടില്ല ഒരു ചേട്ടൻ പോസ്റ്റ് ഇട്ടത്, വെള്ളം പോലും കുടിക്കാനില്ല, ഉറങ്ങിട്ട് എത്ര ദിവസമായി, കുടിക്കാൻ പോലും വെള്ളമില്ലാന്ന്. പേടിയാ. എനിക്ക് കൊച്ചിനെ പഠിപ്പിക്കുന്നുണ്ട് പട്ടാളം. ഇങ്ങനെയൊക്കെ യുദ്ധം വന്നു കഴിഞ്ഞാൽ അവരൊക്കെ അതിൽ പെടും. ആണോ? അതൊക്കെ. പക്ഷെ എനിക്ക് അതിന് മുന്നിൽ എന്തെങ്കിലും യുദ്ധം വന്നു കഴിഞ്ഞാലോ? പട്ടാളം നല്ല ജോലിയാ. 10 വർഷം ജോലി ചെയ്താൽ വീട്ടിലിരുന്നാൽ മതി, നല്ല പൈസ കിട്ടും മന്ത്ലി. അപ്പൊ അതിന് കുപ്പിയും കിട്ടും. ആ മനസ്സിലായ? അല്ലേ അപ്പ അല്ലേ പട്രു? നല്ല മന്ത്ലി നല്ല വരുമാനം കിട്ടും പട്ടാളത്തിന്. പക്ഷെ പേടിയാ. പട്ടാളക്കാർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ് ഓർഡർ. എന്തിനാ ഏട്ടാ? എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ മോന് ബീച്ചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത്രേ പട്ടാളം പഠിക്കാൻ. പക്ഷെ പഠിക്കുക, ജോലിയൊക്കെ കിട്ടും, നല്ല കാശും കിട്ടും. പക്ഷെ ഉണ്ടല്ലോ എപ്പോഴാ യുദ്ധം നടക്കാൻ ഒന്നും പറയാൻ പറ്റൂല ഏട്ടാ. ഞാൻ ടിക്ടോക്കിൽ യുദ്ധം കണ്ടപ്പം ഞാൻ ഒരു നിമിഷം ആലോചിച്ചത്, ഇതിലൊക്കെ എത്ര മലയാളീസ് ഉണ്ടാവും, എത്ര ആൾക്കാർ എന്ത് റിസ്ക് എടുത്തിട്ട് യുദ്ധം ചെയ്യുന്ന മാതാവേ എന്ന് ചിന്തിച്ചു പോയി ഞാൻ. ടെൻഷൻ കയറി എനിക്ക്. അവർക്കൊക്കെ ജീവന് കൊതിയുള്ളവരാ. ജീവനിൽ ഭയന്നിട്ടും എന്തും വരട്ട് ചെയ്തിട്ടല്ലേ പട്ടാളക്കാരാവണത്. അല്ലേ ഇവിടെ ഹെലികോപ്റ്ററിൽ നിന്ന് എടുത്ത് തള്ളിയിടോ ഓരോ പട്ടാളക്കാരെ യുദ്ധത്തിന് വേണ്ടിയിട്ട്. അവർ ചാടുന്ന കാണുമ്പോൾ ചങ്ക് പെടയുന്നു എനിക്ക്. നമ്മുടെ ഒരു നാട് രക്ഷിക്കാൻ വേണ്ടിയിട്ടേ, ഒരു നാടിന് വേണ്ടിയിട്ട് അവർ പഠിച്ച് ഇതൊക്കെ ആയിട്ട് ഭയങ്കര. എനിക്കൊരു നിമിഷം ഞാൻ കരഞ്ഞു പോയി. ശരിക്കും പട്ടാളക്കാർ ഭയങ്കര റിസ്ക് തന്നെയാണ്. എൻ്റെ ഉപ്പ മരിച്ചു, പക്ഷെ പെൻഷൻ ഉണ്ട് ഉമ്മയ്ക്ക്. അതാ പറഞ്ഞ പട്ടാളക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്, നല്ല ശമ്പളം കിട്ടും. ശമ്പളത്തിനല്ല, നല്ല പെൻഷൻ കാശ് കിട്ടും.
മനസ്സിൽ ഭയങ്കര തീ കേട്ടോ എൻ്റെ മോനെ പഠിപ്പിക്കും പട്ടാളക്കാരൻ അവൻ. ഞാൻ ഇത്ര നേരം ടിക്ടോക്ക് മറിച്ച് നോക്കുന്ന ഈ യുദ്ധത്തിനെ കുറിച്ച് തന്നെയാണ്. ഈ യുദ്ധം കാണുമ്പോൾ തന്നെ എനിക്ക് തലാറുണ്ട്. ടിക്ടോക്കിലെ ഫുൾ എഡിറ്റിംഗ് ആണ്, അത് നടന്നൊന്നുമല്ല. കുറെ എഡിറ്റിംഗ് ഉണ്ട്, എഡിറ്റിന്റെ ആശാമാരാ ടിക്ടോക്കിൽ. അങ്ങനെയൊന്നും അല്ലല്ലോ. അവന് ഭയങ്കര ഇഷ്ടമാണ് പൊക്കോണ്ടല്ലോ, പൊക്കോണ്ട് മനസ്സിലായ. കാരണം ചേച്ചിയുടെ കെട്ടുവനില്ലേ ബിബിഞ്ഞാണില്ലേ, ബിബിഞ്ഞാൻ്റെ അപ്പനുണ്ട്, അത് എൻ്റെ അമ്മായിപ്പൻ. അമ്മായിപ്പനുണ്ട്. ഈ അമ്മായിപ്പൻ്റെ പെങ്ങളുണ്ട് പുഷ്പ ചേച്ചി. പുഷ്പ ചേച്ചിയുടെ 3 ആമ്പിള്ളേർ പട്ടാള, അവരുടെ ഭർത്താവും പട്ടാള. അതുകൂടാണ്ട് എൻ്റെ അമ്മായിപ്പനൊരു പെങ്ങളുണ്ട്. അവർക്കൊരു മോളുണ്ട്. മോക്കടെ ഭർത്താവ് അയാൾ മേജറാണ് കാശ്മീരിൽ, അയാളും പട്ടാള. പിന്നെ അത് മാത്രമല്ല എൻ്റെ അമ്മായിയമ്മയുടെ ചേട്ടത്തിയുണ്ട്, വല്യമ്മ തങ്കവല്യമ്മ മോളുണ്ട് പ്രീതേച്ചിയുടെ പയ്യനുണ്ട് അപ്പും പട്ടാളക്കാരാണ്. ഇവർ ഫുള്ളും പട്ടാള ഫാമിലി ഉള്ളവരാണ്. അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ ഞെട്ടും. അപ്പൊ അവനും ആഗ്രഹം ബിജിനും പഠിക്കുന്നു. $25,000 മെൻഷനുണ്ട് ഇപ്പൊ. പോരെ ഒരു മാസം ഉമ്മയ്ക്ക് 25,000 കിട്ടുക. ഓക്കെ ചേച്ചി പോയിട്ട് വാ, മക്കളെ കാര്യം നോക്കിയിട്ട് വാ. അല്ലേ വിളിച്ചേട്ടാ, ഉമ്മയ്ക്ക് കിട്ടും മാസം. ഉമ്മയ്ക്ക് ഒരു 10-25,000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ലാഭമാണ്. നമുക്ക് അത്രയും പൈസ പൂച്ചത്തിന് കുറച്ച് കൊടുത്താൽ മതി. അപ്പൊ കടങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മുടെ വിളിച്ചേണില്ലേ ഫുഡ് കഴിക്കാൻ പറയാം, കുറെ ദിവസമായി ഞാൻ വിളിക്കുന്നത് ഫുഡ് കഴിക്കാൻ. പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ബീഫ് ഇന്നലെ വെച്ചപ്പോൾ ബീഫ് ഏത്തക്കായും വെച്ചു. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞു വാ നമുക്ക് ഇവിടെ നിന്ന് ഒരുങ്ങി ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണ്ട, ഇങ്ങോട്ട് വന്നു കഴിക്കാൻ. കറി ചൂടാക്കി ചോറ് വെച്ചു. ഞാൻ ഇച്ചിരി മോരറോട് വെച്ച് കഴിഞ്ഞാലേ ഫുഡ് കഴിക്കാലോ. എപ്പോൾ വരുമോ? ഇപ്പോൾ ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഒരു അരമണിക്കൂർ ഡ്യൂട്ടിയിലല്ലേ. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഫ്രീ ഉണ്ണാൻ പോകില്ല, അപ്പം ഇങ്ങോട്ട് വരും ഉണ്ണാൻ നേരത്ത്. കുറേ ഞാൻ വിളിക്കുന്നത്, കുറേ വാ 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 ഫുഡ് കഴിക്കാൻ വന്നു. ഇതൊരു വരാൻ പറ്റിയിട്ടില്ല.